എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട കൈക്കൂലി കേസിൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. കൊച്ചിയിലെ ഓഫീസിലാണ് പരിശോധന. മൂന്നാം പ്രതി മുകേഷിന്റെ വീട്ടിൽ നിന്ന് പാസ്ബുക്ക് പിടിച്ചെടുത്തു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇതിൽ കൂടുതൽ പരിശോധനകൾ, അന്വേഷണം ഒക്കെ വിജിലൻസ് നടത്തുന്നുണ്ട്. എത്ര കാലമായി ഇവർ തട്ടിപ്പ് നടത്തുന്നു? ഇതൊരു വലിയ സംഘമാണോ? അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. അതിന്റെ ഭാഗമായൊക്കെയാണോ പരിശോധന? അനുജ, വിജിലൻസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കേണ്ടത് ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമെന്നാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചത്. 5-ാം തീയതി വരെയാണ് 3 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ടുള്ളത്. അവരിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിജിലൻസ് ഉള്ളത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് പിടിയിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തിന്റെ കൊച്ചിയിലുള്ള ഓഫീസിൽ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. ഏകദേശം രാവിലെ 11 മണിയോടുകൂടി ആരംഭിച്ച പരിശോധനയാണ്. അത് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അവിടുന്ന് ഡിജിറ്റൽ തെളിവുകൾ എന്തെങ്കിലും ലഭിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് വിജിലൻസ് ഉള്ളത്. ഒപ്പം ഈ കേസിലെ 3-ാം പ്രതിയായ മുകേഷ് മുരളിയുടെ വീട്ടിലും ഇന്ന് വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ മുകേഷിന്റെ 3 പാസ്ബുക്കുകളടക്കം പിടിച്ചെടുത്തിരുന്നു. ഇതിൽ 2-ാം പ്രതി വിൽസൺ ആണ്. വിൽസനുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. കേസിലെ 1-ാം പ്രതിയാണ് നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ചത്. അത് കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ, എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ്. ശേഖർ കുമാറിന് വേണ്ടി 2 കോടി രൂപ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഒരാളിൽ നിന്ന്, പരാതിക്കാരിൽ നിന്ന്, കൊല്ലം സ്വദേശിയാണ്, അയാളിൽ നിന്ന് ഈ പ്രതികൾ ആവശ്യപ്പെട്ടു എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിൽ റിമാൻഡ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ 3-ാം പ്രതി മുകേഷ്, അയാൾ ഹവാല കേസിലടക്കം പ്രതിയാണ്. അയാൾ ഈ കൊച്ചി യൂണിറ്റിലെ ഇഡി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട അനധികൃത ഇടപാടുകൾ നിരവധി നടത്തിയിട്ടുണ്ട് എന്നാണ് വിജിലൻസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ അടിമുടി ദുരൂഹത നിറയുന്ന ഒരു കേസാണിത്. അതിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് വിജിലൻസ് ഉള്ളത്. ഈ 5 ദിവസം പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ച പശ്ചാത്തലത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണ് കരുതുന്നത്. ഈ ഇഡി ഉദ്യോഗസ്ഥനിലേക്ക് അന്വേഷണം ഇനിയും എത്തിയിട്ടില്ല. അത് ഒരുപക്ഷെ ഇവരുടെ മൊഴി മാത്രമാണ് വിജിലൻസിന് മുൻപിലുള്ളത്. അതുകൊണ്ട് കൂടുതൽ ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ലഭിച്ച ശേഷം ഇഡി ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് കടന്നാൽ മതിയെന്നാണ് വിജിലൻസിന്റെ തീരുമാനം. രാഷ്ട്രീയമായി കൂടി ഈ കേസ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അനുജ.